ശ്രീ സ്റ്റാലിൻ ദേവൻ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്. സർക്കാർ തന്നെ ഇക്കാര്യം പറയുകയാണ്. പുതിയ വഖഫ് നിയമത്തിൽ, അതായത് പഴയ വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഇപ്പോൾ വിജ്ഞാപനത്തിലൂടെ നിലവിൽ വന്നിരിക്കുന്ന പുതിയ വഖഫ് നിയമത്തിൽ മുനമ്പം തർക്കം പരിഹരിക്കാൻ ഒന്നുമില്ല. അതല്ലെങ്കിൽ ഏത് നിയമം, ഏത് വ്യവസ്ഥ എന്ന് ചൂണ്ടിക്കാട്ടണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. എനിക്ക് ആദ്യമായിട്ട് പറയട്ടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 10 മാസമായിട്ട് ഞാൻ ഈ മുനമ്പത്തെ വിഷയം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ പഠിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ ഈ വഖഫ് ഭേദഗതി നിയമം വന്നതിന് ശേഷം മാത്രം അതിനെക്കുറിച്ചിട്ട് പഠിച്ച ഒരു വ്യക്തി അല്ല. വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം ഈ പുതിയ ആക്ടിൻ്റെ സെക്ഷൻ 2A പുതിയൊരു പ്രൊവിഷനാണ് വന്നിരിക്കുന്നത്. അതിനെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഏതെങ്കിലും പ്രിജുഡൈസോട് കൂടി, ഒരു മുൻധാരണയോട് കൂടിയിട്ടാണ് അതിനെ വിവർത്തനം ചെയ്ത് വരുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ അല്ല. ഇനി വളരെ വ്യക്തമായി ഞാൻ ഇത് നിയമം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കഥ പോലെ പറയാം. അതായത് 3 കൂട്ടുകാരുണ്ടായിരുന്നു. അതിൽ 2 പേര് മുസ്ലിമുകളും ഒരാൾ ഹിന്ദുവും ആയിരുന്നു. അവർ 3 പേര് തീരുമാനിക്കുന്നു, നമുക്ക് ചേർന്നിട്ടല്ല ഒറ്റയ്ക്ക് പ്രത്യേകം ഓരോ വഖഫുകൾ ഉണ്ടാക്കാം. നമുക്കറിയാം, ഈ പുതിയ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ആർക്ക് വേണമെങ്കിലും എനി ഓൺ ക്യാൻ എന്നാണ് അതിലെഴുതിയിരുന്നത്, ഒരു വഖഫ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മുസ്ലിം സുഹൃത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു വഖഫ് ഉണ്ടാക്കി ഒരു മുത്തവല്ലിയെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് അനുസരിച്ചിട്ട് മുത്തവല്ലി മീൻസ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ മുത്തവല്ലിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു, ഏൽപ്പിച്ചു, ഒരു വഖഫ് ആയി. രണ്ടാമതായിട്ട് അടുത്തൊരു മുസ്ലിം വന്നിട്ട് തൻ്റെ വഖഫ് ഒരു സൊസൈറ്റിക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഫറൂഖ് കോളേജ് പോലെ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനടിയിൽ അദ്ദേഹം അതിനെ അങ്ങ് രജിസ്റ്റർ ചെയ്തു. മൂന്നാമത് വന്നിട്ട് ഒരു ഹിന്ദു, അദ്ദേഹം തൻ്റെ വഖഫിനെ ഇതുപോലെ തന്നെ ഒരു സൊസൈറ്റിക്ക് കൈമാറി. അങ്ങനെ ഇരിക്കെ നമ്മുടെ മുസ്ലിം വ്യക്തി ഒരു കേസ് ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വഖഫ് ഒരു വഖഫാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു എന്ന് വിചാരിക്കുക. അതിനപ്പുറം ഒരു കോടതി നമ്മുടെ നാട്ടിൽ ഇല്ല. അതങ്ങനെ നിൽക്കട്ടെ. ഹിന്ദു, അതിലും ഒരു കേസുണ്ടായി. അതും ഭരണഘടനാ ബെഞ്ച് തന്നെ വിധിച്ചു, ഇതൊരു വഖഫ് ആണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ വിഷയത്തെ ഈ 2A അടിയിൽ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഈ പുതിയ നിയമം വരുമ്പോൾ ഒരു മുസ്ലിം ഒരു മുത്തവല്ലിയെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടുണ്ടാക്കിയ വഖഫ് ആക്ടിൻ്റെ പരിധിക്ക് അകത്തായിരിക്കും, ഒരു സംശയവുമില്ല. കാരണം അത്തരം വഖഫുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വഖഫ് ആക്ട് നിലവിൽ വന്നത് തന്നെ. അടുത്തതായിട്ട് ഈ ഒരു മുസ്ലിം സൊസൈറ്റിക്ക് കൊടുത്തല്ലോ, അതിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുമുണ്ട് ഇതൊരു വഖഫ് ആണ്. ഇവിടെ എല്ലാവരും ചാനൽ ചർച്ചയിലൊക്കെ പറയുന്നത് ഈ ഭേദഗതിയോടുകൂടി ആ ജഡ്ജ്മെൻറ്റേ ഇല്ലാതാവുമെന്നാണ്. ഒരിക്കലും അല്ല. ഒരിക്കലും ലെജിസ്ലേച്ചറിന് വന്നിട്ട് ജുഡീഷ്യറിയുടെ മേൽ കടന്നു കയറാൻ കഴിയില്ല. സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ റൂൾ ഓഫ് ലോ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു വിധി ഉണ്ടെങ്കിൽ പോലും, വിധി ഉണ്ടായിരിക്കണമെന്നല്ല, വിധി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം സൊസൈറ്റിക്ക് കൊടുത്ത ആ വഖഫ് ഈ വഖഫ് ആക്ടിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കും. ആ പഴയ ജഡ്ജ്മെൻറ്റ് അതുപോലെ തന്നെ നിൽക്കും. അതൊരു വഖഫിൻ്റെ സ്വഭാവം തന്നെ ആയിരിക്കും. പക്ഷേ ഇറ്റ് വിൽ ബി ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് ദ വഖഫ് ആക്ട്. അതേപോലെ തന്നെയാണ് ഹിന്ദുവിനും ഒരു ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വഖഫാണെന്ന്. പക്ഷേ അത് വഖഫ് ആക്ടിന് അടിയിൽ തന്നെ നിലനിൽക്കും. ഒരേപോലെയാണ് ഹിന്ദു മുസ്ലിം. അതായത് ഈ കേസ് വരുമ്പോൾ ഒരു മുസ്ലിം തന്നെ ആയിരിക്കണം ആ വഖഫ് ഉണ്ടാക്കിയത്. അതുപോലെ മുസ്ലിം മതപരമായിട്ടുള്ള റിലീജിയസ്, പയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ആയിരിക്കണം മാറ്റി വച്ചത്. പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത്, ഈ വഖഫ് ബോർഡിൻ്റെ വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമി ഉണ്ടെങ്കിൽ, ഈ ഭൂമി ഓൾറെഡി ആ രജിസ്റ്ററിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, പിന്നെ അവിടെ ഈ ട്രസ്റ്റിന് നേരത്തെ കൊടുത്ത ഭൂമിയാണെങ്കിൽ പോലും ഈ വഖഫ് ആക്ടിൻ്റെ ഭേദഗതി 2A പ്രകാരം അവിടെ അത് വഖഫ് അല്ലാതായി മാറുകയില്ലല്ലോ. അതാണ് അവിടെ സംശയം. ആ സംശയം ഇതൊരു വഖഫ് ബോർഡിൻ്റെ തീരുമാനമാണല്ലോ. വഖഫ് ബോർഡിൻ്റെ തീരുമാനമാണ്.
വഖഫ് ബോർഡ് വന്നിട്ട് ഒരു ബോഡി കോർപ്പറേറ്റ് മാത്രമാണ്, അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷന് തത്തുല്യമായ യോഗ്യതയുള്ള ഒരു സ്ഥാപനം. അതിൻ്റെ ഡിസിഷൻ ആണ് ഇപ്പോൾ പ്രശ്നമെന്ന് പറയുന്നുവെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് വഖഫ് ആക്ടിൻ്റെ പരിധിക്ക് വെളിയിൽ ആകും എന്ന് പുതിയ നിയമം പാർലമെന്റ് പാസാക്കിയ സ്ഥിതിക്ക് ഈ വെറും ഒരു വഖഫ് ബോർഡ് പറഞ്ഞതുകൊണ്ട് അതല്ലാതാകും. പക്ഷേ ഈ നിയമ ഭേദഗതിയിൽ ഈ വഖഫ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമി അവിടെ ഈ മുൻകാല പ്രാബല്യം അതിന് കിട്ടില്ല എന്നുള്ളതുണ്ടല്ലോ. ഈ വഖഫ് രജിസ്റ്ററിൽ കയറിയ ഭൂമിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു തർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇനിയില്ല. കാരണം അത് ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടതിന് മുൻപുണ്ടായതാണ്. അതല്ല, ഇതിവിടെ വഖഫാണോ അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നില്ല. ഇതിൻ്റെ വഖഫ് ആക്ടിൻ്റെ പരിധിക്കകത്ത് വരുമോ പുറത്തു പോകുമോ എന്നുള്ള മാത്രമാണ് ക്വസ്റ്റ്യൻ. വഖഫായിട്ട് തന്നെ നിലനിൽക്കും, വഖഫിൻ്റെ സമാനമായ രീതിക്ക് നിലനിൽക്കും. ബട്ട് വഖഫ് ആക്ടിനെ അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അതായത് ഒരു ട്രസ്റ്റ് ആണെങ്കിലോ മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിലവിൽ വന്ന ഒരു ബോഡിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പൊതുധർമ്മ സ്ഥാപനം ആണെങ്കിലോ അതിന് വഖഫിന് ആക്ടിന് നിയന്ത്രണം ഇല്ല. മുൻപത്തെ ഈ സമരം ചെയ്യുന്ന ആളുകളും BJPയും ഒക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തരണം എന്നാണ്. അതായത് അത് സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അതൊക്കെ എന്തായാലും വഖഫ് നിയമം പുതിയതായിട്ട് നിലവിൽ വന്നു കഴിഞ്ഞു, വിജ്ഞാപനം വന്നതോടുകൂടി. ഇനി സംസ്ഥാന സർക്കാരിനാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ്. അതായത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ മുൻപത്തെ ജനതയ്ക്ക് ഭൂമി തിരിച്ചു കിട്ടുന്നു എന്നതാണ്. പക്ഷെ അത്ര ലളിതമാണോ കാര്യം? അത്ര ലളിതമാണ്. കാരണം ഇപ്പോൾ രണ്ട് സിനാരിയോ ഉണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലീഗൽ അഡ്വൈസ് എടുത്തിട്ട് ഇത് അവകാശം പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ വഖഫ് സംരക്ഷണ സമിതിയൊക്കെ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കും. അങ്ങനെ റിട്ട് കൊടുക്കുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കും? ഹൈക്കോടതി വന്നിട്ട് ഈ 2A പ്രൊവിഷോ അതിനെ വിശകലനം ചെയ്തിട്ട് ഒരു വിധി പറയും. അതോടെ സംഭവം ക്ലിയർ ആവും. അല്ല, സർക്കാർ ഇത് അനുവദിച്ച് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക, തീർച്ചയായിട്ടും 16-ാം തീയതി ഈ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ച് ഒരു സ്റ്റേ കിട്ടാത്ത സ്ഥിതിക്ക് 17-ാം തീയതി തന്നെ ഒരു നിവേദനം മുഖ്യമന്ത്രി കൊടുക്കും. ഞാൻ അത് ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നോടാണ് അത് ആവശ്യപ്പെട്ടത്. എന്താണ് അത്? നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകാൻ പോവുകയാണ് ഈ 16-ാം തീയതി. ഇപ്പോൾ വന്നിട്ട് നിവേദനം നൽകി കഴിഞ്ഞാൽ 16-ാം തീയതി സുപ്രീം കോടതി ഇത് പരിഗണിക്കുന്നുണ്ട്. അന്നൊരു സ്റ്റേ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പറേഷൻ അല്ലല്ലോ, അപ്പം നിയമം സ്റ്റേ ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ ഒരു നിവേദനം കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് 16-ാം തീയതി സുപ്രീം കോടതിയിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കിയതിന് ശേഷം സ്റ്റേ ഇല്ലാത്ത പക്ഷം 17-ാം തീയതി തന്നെ മുഖ്യമന്ത്രിക്ക് മുനമ്പങ്കാർ ഒരു ഭീമ ഹർജി നിവേദനം കൊടുക്കും. അപ്പോൾ സർക്കാർ ചിലപ്പോൾ നിഷേധിക്കും. മുനമ്പങ്കാർ ഹൈക്കോടതിയിൽ പോകും, അല്ലെങ്കിൽ വേണമെങ്കിൽ സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിൽ പോകും. ലെറ്റ് ദ കോർട്ട് ഡിസൈഡ്. ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത്?